പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ വീക്ഷിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്നിരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. യേശുക്രിസ്തു സ്നേഹിച്ചതായ മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെ ഭവനത്തിലേക്ക് ലാസർ ദീനമായി കിടക്കുന്നുവെന്ന് അറിഞ്ഞിട്ട് വരുവാനായിട്ട് ക്ഷണിച്ചിട്ട് പോലും 2 ദിവസം കൂടെ താമസിച്ചതായ ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കും. ഇന്ന് രാത്രികാലം പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിനോട് കടപ്പെട്ട് ജീവിക്കുമ്പോഴും ചില പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരാതെ താമസിക്കുന്നതായ ഒരു ക്രിസ്തുവിൻ്റെ രൂപം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നീ അതേ അനുഭവത്തിലായിരിക്കാം ഇത് കേൾക്കുന്നത്. നീ കഴിഞ്ഞ കാല ദിവസങ്ങളിലെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കാത്ത രോഗങ്ങളാൽ നീ ഭാരപ്പെട്ടപ്പോൾ, പ്രതീക്ഷിക്കാത്ത കടബാധ്യതകളാൽ നീങ്ങിയപ്പോൾ, പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളിൽ കൂടെ നീങ്ങിയപ്പോൾ, ആരും സഹായമില്ലാതെ ആരോട് ഞാൻ പറയുമെന്നൊക്കെ വിചാരിച്ച് നിൻ്റെ ഭാരങ്ങൾ ദൈവത്തോട് പറഞ്ഞിട്ട് ഒരു മറുപടി പോലും ലഭിക്കാതെ നിരാശയുടെ മധ്യത്തിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ, ആ സുവിശേഷത്തിൻ്റെ പിന്നീടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു ലാസർ മരിച്ചതിന് ശേഷം ആ ഭവനത്തിലേക്ക് കടന്നു വരുന്നതായ അനുഭവം. ഒരു പക്ഷേ നിൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ദൈവം നിൻ്റെ അടുക്കിലേക്ക് വരും. അപ്പോൾ നീ വിചാരിക്കും, എന്തിനാണ് ഇപ്പോൾ വന്നത്? ഞാൻ പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനയ്ക്ക് സഹായം ലഭിക്കാതെ നീ ഇപ്പോൾ വന്നിട്ട് എന്ത് പ്രയോജനം എന്നൊക്കെ നീ ഭാരപ്പെടുന്നില്ലേ? നിൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം സംബന്ധിച്ച് നീ പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിച്ചെന്നും പിറുപിറുക്കുന്നില്ലേ? നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജോലി ലഭിച്ചില്ല എന്നും പറഞ്ഞ് നീ പ്രാർത്ഥിച്ചിട്ട് ജോലി ലഭിച്ചില്ല എന്നും പറഞ്ഞ് നീ പിറുപിറുക്കുന്നില്ലേ? നിൻ്റെ രോഗത്തിന് സൗഖ്യത്തിന് വേണ്ടി നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് സൗഖ്യം ലഭിച്ചില്ലെന്ന് പറഞ്ഞ് നീ പിറുപിറുക്കുന്നില്ലേ? ഒരുപക്ഷെ നിനക്ക് അന്ന് സൗഖ്യം ലഭിച്ചായിരുന്നെങ്കിൽ നീ ലോകത്ത് നിന്ന് വേർപെട്ട് പോകുമായിരുന്നു. ഒരുപക്ഷെ നിൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം അന്ന് നടന്നായിരുന്നെങ്കിൽ നീ വലിയൊരു കടക്കണിയിലായിരിക്കുമായിരുന്നു. നീ വലിയൊരു ദുരിതത്തിൽ അനുഭവിക്കുമായിരുന്നു. ഒരുപക്ഷെ ആ വിവാഹം നടന്നായിരുന്നെങ്കിൽ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തലമുറ ലഭിക്കുകയില്ലായിരുന്നു. ഒരുപക്ഷെ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആ ജോലി ലഭിച്ചായിരുന്നെങ്കിൽ ഏതെങ്കിലും വാഹന അപകടത്തിലോ ഏതെങ്കിലും വിധത്തിലോ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമായിരുന്നു. ദൈവത്തിന് എല്ലാത്തിനും ഒരു പദ്ധതിയുണ്ട് എന്ന് നീ രാത്രിക്കാലം വിശ്വസിക്കുക. യേശുക്രിസ്തു വന്നിട്ട് താൻ സ്നേഹിച്ചതായ മാർത്തയോടും മറിയോടും പറയുന്നുണ്ട്, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് ഈ രാത്രികാലം ഈ ചെറിയ ദൂതിൽക്കൂടെ എന്നെ ശ്രദ്ധിക്കുന്നതായ നിങ്ങളോട് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ അർപ്പിക്കട്ടെ. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നിൻ്റെ ഭവനത്തിൽ വെളിപ്പെടും. നീ വിശ്വസിച്ചാൽ നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. നീ വിശ്വസിച്ചാൽ നിന്നെ ചുറ്റുപാട് നിൽക്കുന്നവരുടെ മധ്യത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. കാരണം മറ്റുള്ള നിന്നെ വ്യത്യസ്തമായി നിന്നെ തിരഞ്ഞെടുത്തത് ദൈവമാണ്. മറ്റുള്ളവർ എങ്ങനെയൊക്കെയായി ജീവിക്കുന്നത് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അതുകൊണ്ട് വചനത്തിൽ പറയുന്നു, അവങ്കിലേക്ക് നോക്ക് പ്രകാശിതരായും അവിടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിന്നെ തിരഞ്ഞെടുത്തപ്പോൾ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിന്നെ ദൈവം ആക്കി വച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഒരിടത്തും തലകുനിക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. മാർത്തയുടെയും മറിയയുടെയും ജീവിതത്തിൽ 2-3 ദിവസങ്ങൾ വളരെ ഭാരങ്ങളായിരുന്നു. മറ്റൊരു മുമ്പാകെ തലകുനിക്കേണ്ടതായ അനുഭവങ്ങൾ വന്നു. പക്ഷേ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് ഉയർപ്പിച്ചതായ ലാസറിൻ്റെ ജീവിതം കാണുമ്പോൾ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നുവെന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുത്ത അനുഭവത്തിൽ അവർക്ക് എന്ത് വലിയ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം നീ ഏത് പ്രശ്നത്തിൻ്റെ മധ്യത്തിലാണെന്ന് എനിക്കറിയത്തില്ല. നീ പിറുപിറുക്കുന്നതായ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ ഇന്ന് നിൻ്റെ രാത്രിയിൽ നിൻ്റെ ഭവനത്തിലേക്ക്, നിൻ്റെ അടുക്കിലേക്ക്, നിൻ്റെ രോഗക്കിടക്കയിലേക്ക്, നിൻ്റെ ആവശ്യത്തിലേക്ക് കടന്നു വരുന്ന യേശുക്രിസ്തുവിനെ കാണുവാൻ സാധിക്കുമോ?
യേശുക്രിസ്തു പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കാം, ദൈവത്തോട് ചേർന്ന് ജീവിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ.